നമസ്കാരം. ഫ്രാൻസിന്റെ ഭാവി നിശ്ചയിക്കുന്ന പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായിരിക്കുമ്പോൾ അതിനു മുന്നോടിയായി വന്ന എക്സിറ്റ് ഫലം ഫ്രഞ്ച് ജനതയെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, വലതുപക്ഷം തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ച ഫ്രാൻസിൽ ഇടതുപക്ഷ സഖ്യം ലീഡ് ചെയ്യുമെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു എക്സിറ്റ് പോൾ. ഇതേ തുടർന്ന് ഫ്രാൻസിലുടനീളം അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. തീജാലകൾ കത്തുന്നതും മുഖംമൂടി ധരിച്ചവർ തെരുവുകളിലൂടെ ഓടുന്നതും ഫ്രാൻസ് ഭരണവ്യവസ്ഥയിൽ അസ്വസ്ഥതയുണ്ടാക്കി. രാജ്യവ്യാപകമായ ഒരു കലാപത്തിനാണ് എക്സിറ്റ് പോൾ വഴിയൊരുക്കിയത്. പ്രതിഷേധക്കാർ മോളോട്ടോവ് കോക്ടെയിലുകൾ എറിയുകയും സ്മോക്ക് ബോംബുകൾ എറിയുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ഈ തെരഞ്ഞെടുപ്പിൽ തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യം കുതിച്ചുയർന്നതിനാൽ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്തൽ രാജി പ്രഖ്യാപിച്ചു. പാരീസിലെ പ്ലേസ് ഡി ലാ റിപ്പബ്ലിക്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. രണ്ടാം സ്ഥാനം നേടിയ പ്രധാനമന്ത്രി ഇമ്മാനുവേൽ മാക്രോണിന് വ്യാപകമായ പിന്തുണ നൽകുകയും ചെയ്തു. ഫ്രാൻസിലെ സോഷ്യലിസ്റ്റ് പാർട്ടി, ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇക്കോളജിസ്റ്റുകൾ, ഫ്രാൻസ് അൺബോർഡ് എന്നിവ ഉൾപ്പെടുന്നതാണ് പോപ്പുലർ ഫ്രണ്ട് എന്നറിയപ്പെടുന്ന വിജയികളായ ഇടതു സഖ്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.